ഇന്റർലാക്കനിൽ വരുന്ന ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രധാന അട്രാക്ഷനാണ് ബീറ്റൻബർഗിലുള്ള സെൻറ്റ് ബിയാറ്റസ് കേവ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ബീറ്റൻബർഗിലാണ്. അപ്പോൾ ഞങ്ങൾ സെൻറ്റ് ബിയാറ്റസ് കേവ് കാണാനായിട്ട് പോവുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ഈ സെൻറ്റ് ബിയാറ്റസ് കേവ് സ്ഥിതി ചെയ്യുന്നത് ലേക്ക് തുണ്ണിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ലേക്ക് തുൺ. പിന്നെ ഈ സെൻറ്റ് ബിയാറ്റസ് കേവിന് ഇങ്ങനെ ബിയാറ്റസ് എന്ന് പറയുന്ന പേര് വന്നത് 6th സെഞ്ച്വറിയിൽ ഐറിഷ് മൊങ്കായ ബിയാറ്റസ് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മൊങ്കിൻ്റെ പേരിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ കേവ് ഇവിടെ ഇങ്ങനെ പണിതല്ല കേവ് ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ കാറ് തൊട്ട് താഴെ പാർക്ക് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് സെൻ്റർ ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുവാണിപ്പോൾ. വാട്ടർഫോളിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് വഴി. നമുക്ക് കുറേ വഴി നടക്കാനുണ്ട്. അപ്പോൾ ഈ കാണുന്ന വഴി മൊത്തം മുകളിലേക്ക് കയറിയാലാണ് നമുക്ക് ആ കേവിൻ്റെ ഉള്ളിലെത്താൻ പറ്റുക. അപ്പോൾ നമുക്ക് ഈ കേവിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇപ്പം നമ്മൾ കുറേ കയറി ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയേക്കുവാണ്. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം സെൻറ്റ് ബിയാറ്റസ് കേവ്സ് കാണാൻ വേണ്ടിയിട്ട്. പതിവ് പോലെ തന്നെ നമ്മൾ ക്യൂ നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ അത്ര ലെങ്തി ക്യൂ അല്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കേവിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് ശരിക്കും 18 CHF ആണ്. പക്ഷെ നമുക്ക് നേരത്തെ ഡിസ്കൗണ്ട് കാർഡ് ഉള്ളതുകൊണ്ട് ഒരു കാർഡിന് 16 CHF ആണ് ആയത്. അപ്പോൾ നമുക്ക് സെൻറ്റ് ബിയാറ്റസ് കേവിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് 2 കോയിൻ പോലത്തെ ടിക്കറ്റും കിട്ടി. പിന്നെ മ്യൂസിയത്തിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് 2 ടിക്കറ്റും കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഈ യെല്ലോ ലൈൻ ഫോളോ ചെയ്താണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് നമ്മുടെ വഴികാട്ടി. അപ്പം നമ്മൾ കേവിൻ്റെ എൻട്രൻസിൽ എത്തിയേക്കുവാണ്. അപ്പം നമുക്ക് ഈ എൻട്രൻസിൽ കോയിൻ ഇട്ടിട്ട് വേണം നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിപ്പോൾ നടക്കുന്ന കേവിൻ്റെ ഉള്ളിൽ കൂടെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കറക്റ്റ് 926 മീറ്റർ എന്തോ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കേവ് ഇവിടെ പണിതിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ 8 മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും എന്നാണ് ഇവരവിടെ എഴുതിയേക്കുന്നത്. ഇതാ വാട്ടർഫോളിലേക്ക് ഒഴുകുന്ന വെള്ളമാണിത്. നമ്മൾ ഐസ് പാലസ് കണ്ട പോലെ വേറൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഗുഹ, അതായത് ഐസല്ല, പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ഗുഹയെ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ഉള്ളിലേക്ക് കയറുന്തോറും തണുപ്പ് കൂടുന്നുണ്ട്, അതുപോലെ തന്നെ ഇരുട്ടും കൂടുന്നുണ്ട്. ലൈറ്റുകളൊക്കെ സൈഡിലുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ വെള്ളച്ചാട്ടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പാറയുണ്ടല്ലോ, ഈ പാറ നാച്ചുറലി മിനറൽസ് എല്ലാം അടിഞ്ഞുകൂടി ഉണ്ടായിരിക്കുന്ന ലൈം സ്റ്റോൺ ആണ് ഈ വലിയ പാറ. ആ പാറയുടെ അടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ മിനറൽസ് ഇങ്ങനെ വന്നിട്ട് അടിഞ്ഞു കൂടി ഇങ്ങനെ ഹാങ് ചെയ്ത പോലെ കിടക്കുന്നത്. അപ്പോൾ ഈ നാച്ചുറലി ഉള്ള മിനറൽസ് ഇങ്ങനെ അടിഞ്ഞു കൂടിയാണ് ഇത്രയും വലിയ ലൈം സ്റ്റോൺ ആയിട്ടുള്ള ഈ പാറ ഇവിടെ ഉണ്ടായേക്കുന്നത്. ഇവിടെ ഒരു വാട്ടർ ലെവൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വളരെ കുറച്ച് വാട്ടറേ കാണുന്നുള്ളൂ ലെവലിൽ. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഭയങ്കര മഴയായിട്ട് ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഈ കേവ് ക്ലോസ്ഡ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേവ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലഡഡ് ആയിട്ട് ഇവിടെ ക്ലോസ് ചെയ്തേക്കുമായിരുന്നു. ഇവിടെ വളരെ ചെറിയ വഴിയാണ് നമുക്കിവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് വെള്ളമൊക്കെ വീഴുന്നുണ്ട്, ഭയങ്കര വഴുക്കലും ഉണ്ട്. നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഇവിടെ തെന്നും. കഴിഞ്ഞ ദിവസം നിമ്മയുടെ തെന്നി വേറെ മറ്റേ ട്രുമ്മൽബാഗ് വെള്ളച്ചാട്ടത്തിൽ വീണേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ശരിക്കും സൂക്ഷിക്കണം. മാത്രമല്ല ഇവിടെ ഈ ലൈം സ്റ്റോണുകളൊക്കെ നമ്മുടെ തലയുടെ തൊട്ട് മുകളിലായിട്ടാണുള്ളത്, ഇത്രയും വലിയ പാറക്കെട്ടുകളൊക്കെ. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വലിയ വലിയ പോളുകളുമുണ്ട്. ഇവിടെ ഇങ്ങനെ മുകളിൽ ലൈം സ്റ്റോൺ ഉള്ളതുപോലെ തന്നെ ഇതേപോലെ മിനറൽസ് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഇങ്ങനെ ലൈം സ്റ്റോണുകൾ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ രൂപങ്ങൾ പോലെയൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോകണം. മുകളിലേക്ക് കുറേ സ്റ്റെപ്പുകളുണ്ട്. നമ്മളങ്ങനെ സ്റ്റെപ്പ് കയറി കയറി മുകളിലെത്തിയിട്ടുണ്ട് കേവിൻ്റെ. ഇനി നമുക്ക് കുറച്ചുകൂടെ നടക്കണം. കല്ലുകൾ മാത്രമല്ല ചെറിയ പച്ചപ്പുണ്ട് എന്ന് പറയുന്നത്. ഇവിടെ പായലും അതേപോലത്തെ ചെടികളൊക്കെ. ഇത് നമ്മളുടെ നാട്ടിലൊക്കെ കിണറ്റിലും കനാലിന്റെ സൈഡിലൊക്കെ കാണുന്ന പായൽ. അതെ, അതേ പായലാണ്. അതെ, അതൊക്കെ അതേ സാധനം തന്നെയാണ്. ഇവിടെയുള്ള പാറകളിൽ നിറയെ കുഴികൾ വന്നിട്ടുണ്ട്. ആ കുഴികളിൽ നിറയെ വെള്ളം ചാടിയിട്ടുണ്ട്. ചന്ദ്രന്റെ ഉപരിതലം പോലെ ഇരിക്കണ്ടല്ലോ ഇത് കണ്ടിട്ട്. നമ്മൾ ചന്ദ്രനിൽ വന്നിറങ്ങിയ പോലെ ഉണ്ടല്ലേ. ശരിക്കും അതായത് മൊത്തം കല്ലുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ ആദ്യം നിന്ന സ്പോട്ടിൽ നിന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് കയറി വന്നു. അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേരാണ് 3 Sisters ഗ്രോട്ടോ. ഈ പോയിന്റിന് അല്ലെങ്കിൽ ഈ സ്പോട്ടിന് ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ നീയിൽ നിന്ന് ഇവിടെ നോക്കി, നമ്മുടെ മുട്ട് കുത്തി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാച്ചുറൽ ഫാന്റാസ്റ്റിക് സ്പെക്ടാക്കിൾ വ്യൂ ഇവിടെ നിന്ന് കാണാമെന്നാണ് പറയുന്നത്. അതായത് ഒരു സ്മോൾ ലേക്ക് മിറർ ചെയ്യുന്ന പോലെ നമുക്കത് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ക്യാമറയിൽ കൂടെ തന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നത്. അത് വേറൊന്നുമല്ല, ഇവിടെ ഇത് കണ്ടോ, ഈ വെള്ളം കണ്ടോ? അതെ, ആ വെള്ളത്തിൽ തന്നെ നമ്മൾ കുറച്ചും കൂടെ പാരലായിട്ട് നിൽക്കുമ്പോൾ ഇത് കണ്ടോ, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പുറത്തുള്ള ആ ലൈം ഷെല്ല് ഇങ്ങനെ കുന്നുപോലെ വന്നിട്ടുള്ള അതിൻ്റെ ആ വ്യൂ ഒരു മിറർ ഇമേജ്, അതിൻ്റെ ഒരു മിറർ ഇമേജ് ഇവിടെ കിടക്കുന്ന ഈ കുഞ്ഞു വെള്ളത്തിൽ ആ കുഞ്ഞു സ്പോട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എനിക്ക് കാണാൻ താല്പര്യമില്ല, എൻ്റെ മുട്ട് തന്നെ എടുക്കും. ചക്കരയ്ക്ക് താല്പര്യമുണ്ടോ? എൻ്റെ മുട്ട് നനയോ? വേദന എടുക്കൂലേ? അല്ല, നമ്മൾ മുട്ടിൽ നിന്ന് നോക്കിയില്ലെങ്കിൽ നമ്മുടെ ക്യാമറ നമ്മുടെ മുട്ടിൻ്റെ അത്രയും പോയി കഴിഞ്ഞാലും നമുക്കത് കാണാൻ പറ്റും. ക്യാമറ പോണെങ്കിൽ ഞാൻ താഴണ്ടേ.
നമ്മൾ ഈ മിറർ ഇമേജ് കണ്ട അതേ സ്പോട്ടിൻ്റെ നമ്മുടെ പുറകിൽ ഒരു ചെറിയ ലൈം സ്റ്റോൺ ഉണ്ട്. അപ്പോൾ ഈ ചെറിയ ലൈം സ്റ്റോൺ 3 സെൻറ്റിമീറ്റർ ഗ്രോ ചെയ്യാനായിട്ട് 100 വർഷത്തോളം എടുത്തു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതങ്ങനെയാണ്, ലൈം സ്റ്റോണുകൾ ഇങ്ങനെ ഗ്രോ ചെയ്യാനായിട്ട് ഓവർ 100 ഇയേഴ്സാണ് നമ്മൾ ചെറിയ സെൻറ്റിമീറ്റർ ഗ്രോ ചെയ്യാൻ പോലും എടുക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ലൈം സ്റ്റോണുകൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എത്ര വർഷം എടുത്തിട്ടുണ്ടാവും? അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു സാധനം വളരാനായിട്ട്, അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം 2 അടി പൊക്കമുണ്ടാവും. ഇത് വളരാനായിട്ട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എന്തായാലും എടുത്തിട്ടുണ്ട്. അതെ, ഇനിയും പോണെന്നാ തോന്നുന്നത്. നമുക്ക് എന്തോരം നടന്നിട്ടും തീരണില്ലല്ലോ ഇത്. വീണ്ടും നമ്മൾ കുറേ സ്റ്റെപ്പുകൾ കയറി പോവാണ്. നോക്കി ഈ കേവിൻ്റെ അകത്തൊരു ചിമ്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തിനാ ചിമ്നി ഉണ്ടാക്കിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇയർ അറൗണ്ട് 8 to 10 ഡിഗ്രീസ് ഈ കേവിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചിമ്നി ഉണ്ടാക്കിയേക്കണത്. അതായത് ഫ്രഷ് എയർ എപ്പോഴും സമ്മർ ടൈം ആണെങ്കിലും വിൻ്റർ ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചിമ്നി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ യൂറോപ്പിലൊക്കെ കാണുന്ന ഒരു വിനോദമാണ്, അല്ലെങ്കിൽ ഒരു കളിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ചെറിയൊരു വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് ഇവിടെ. ആ വെള്ളത്തിൽ ഇതേ കുറേ പേര് ഇവിടെ പൈസ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചക്കരക്കുട്ടൻ ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ? ഏത് റൂട്ടാണ് പോകണ്ടേ? എവിടെയാ? ആണോ, അന്ന് അങ്ങോട്ട് പോട്ടെ. എന്തായാലും ഇപ്പോൾ നമുക്ക് 2 സത്യങ്ങൾ മനസ്സിലായി. ഒന്ന്, ഈ കേവ് പുറത്തുനിന്ന് കണ്ട പോലെയല്ല, വളരെ വളരെ വലുതാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരുപാട് നേരം ഈ കേവിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു, തണുത്ത് മരവിച്ച് കൈയൊക്കെ നന്നായിട്ട് മരവിച്ച് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ നടന്ന് ഏകദേശം നമ്മുടെ ഇൻചോക്കട മുട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വന്ന വഴി മുഴുവനും ഒന്നും കൂടെ നടന്ന് പുറകോട്ട് പോയാൽ മാത്രമാണ് നമ്മൾ വന്ന വഴിക്കടെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു വെള്ളച്ചാട്ടം കണ്ടു. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ നടപ്പ് കണ്ടിന്യൂ ചെയ്തേക്കുവാണ്. ഓ എൻ്റെ പൊന്നോ, അവസാനം ദേ ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര നേരം ഇരുന്നത്. അപ്പോൾ നമ്മളിനി തിരിച്ചു പോകുകയെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ കയറി നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഞങ്ങൾ സെൻറ്റ് ബിയാറ്റസ് കേവ് ഒക്കെ കണ്ട് നേരെ തിരിച്ച് താഴത്തേക്ക് വന്നേക്കുവാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, ഇതാണ് കേവിൻ്റെ ഫ്രണ്ട് വശം. അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഏകദേശം 2 മണിക്കൂർ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർ, അതായത് ഇൻ്റർലാക്കനിലൊക്കെ വരുന്നവർക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ സെൻറ്റ് ബിയാറ്റസ് കേവ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കേവ്സ് ഒന്നും ഇതിനു മുമ്പ് എക്സ്പ്ലോർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല എന്താ പറയുക, ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും. അതുപോലെ മറ്റ് 1-2 കാര്യങ്ങൾ, 1-2 ടിപ്പുകളാണ് അത് പറയാനുള്ളത്. ഒന്ന്, അതിൻ്റെ ഉള്ളിൽ 8 to 10 ഡിഗ്രി സെൽഷ്യസിലാണ് അതിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും ഓൾ ഇയർ അറൗണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അതെ, ഓൾ ഇയർ അറൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന 8 to 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞങ്ങൾ സ്വെറ്ററോ അങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഏകദേശം 1.5-2 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈയൊക്കെ മരവിച്ച് തവിടുകൂടിയായി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്വെറ്റർ കയ്യിൽ കരുതിയാൽ വളരെ നന്നായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ 2 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു.
ഈ കേവ് നമ്മൾ ഈ കാണുന്ന ഈ പുറത്തുനിന്ന് കാണുന്ന ഈ പാറക്കെട്ടിൻ്റെ അത്രയും വലുപ്പമല്ല ഉള്ളിൽ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കേവാണ് ഉള്ളിൽ. നമ്മൾ നടന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആദ്യമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുകയും കാണുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ പടപടപടപടേന്ന് കണ്ടു. അവസാനം എങ്ങനെയെങ്കിലും ഇതിൻ്റെ എൻ്റെ എത്തിയാൽ മതി എന്നായിരുന്നു. അപ്പോൾ എൻ്റെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ പോയ അത്രയും ദൂരം നമുക്ക് വീണ്ടും തിരിച്ചു വന്നാൽ മാത്രമാണ് നമുക്ക് ഈ കേവിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൂടുതൽ ദൂരം നടക്കാനുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് സ്റ്റെയർസും പിന്നെ വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് തെന്നാനുള്ള സ്കിഡാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ നല്ല ഷൂസൊക്കെ ഇട്ടുകൊണ്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഓൾറെഡി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ സെൻറ്റ് ബിയാറ്റസ് കേവ് എന്നുള്ളത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തുൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേവും വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ തുൻസിയിൽ ശരിക്കും ബോട്ട് റൈഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ ഒരു ദിവസത്തെ ട്രിപ്പായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഏരിയ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ചക്കരയ്ക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ യാത്രകളും എപ്പോഴും നമുക്ക് പുതിയൊരു അനുഭവം അല്ലെങ്കിൽ ഒരുപാട് പുതിയ അറിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അതുപോലെ ഞങ്ങളൊരു പുതിയ അനുഭവം അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും അറിവുകൾ സമ്മാനിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഓഫ് കോഴ്സ് ഇപ്പോൾ ആർക്കും ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിന് അകത്തുനിന്നല്ലാതെ വേറെ ആർക്കും ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലേക്കൊന്നും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഈ COVID-19 സിറ്റുവേഷനൊക്കെ മാറി നമുക്ക് വീണ്ടും പഴയപടി എല്ലാം ആവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ എല്ലാവർക്കും ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യാൻ വരുന്ന സമയത്ത് ഞങ്ങളുടെ വീഡിയോ ചക്കര പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നത്, ഞങ്ങളുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഇനിയും മുന്നോട്ടുള്ള എല്ലാ യാത്രകളിലും ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്. അല്ലേ ചക്കരെ? തീർച്ചയായും. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര നമുക്കിവിടെ അവസാനിപ്പിച്ചാലോ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ലോലൂസ് എക്സ്പ്ലോറേഷൻ സൈനിങ് ഓഫ്. ബൈ ബൈ.